പ്രിയ സഹോദര സഹോദരി, നരകമെന്നുള്ളത് വാസ്തവമാണ്. നാം എല്ലാം പാപികളാണ്. നമ്മുടെ പാപത്തെ നമ്മൾക്ക് എങ്ങനെ നമ്മിൽ നിന്ന് ശുദ്ധീകരിക്കാൻ കഴിയും? യെരമ്യാ പ്രവചനം 2:22 വായിച്ചാട്ട്. യെരമ്യാ 2:22. യെരമ്യാ പ്രവചനം 2:22. നീ ധാരാളം ചവർക്കാരം തേച്ച് ചാരവെള്ളം കൊണ്ട് കഴുകിയാലും നിന്റെ അകൃത്യം എന്റെ മുമ്പിൽ മലിനമായിരിക്കുന്നുവെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ഇവിടെ യഹോവയായ ദൈവം പറയുന്നു, നീ ധാരാളം ചവർക്കാരം തേച്ച് ചാരവെള്ളം കൊണ്ട് കഴുകിയാലും നിന്റെ അകൃത്യം എൻ്റെ മുമ്പിൽ മലിനമായിരിക്കുന്നു എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. പ്രിയമുള്ളവരെ, പാപം നമ്മുടെ ശരീരത്തിലല്ല, നമ്മുടെ ആത്മാവിലും പ്രാണനിലുമാണ് പഠിക്കുന്നത്. നമ്മുടെ ശരീരത്തിലാണെങ്കിൽ എവിടെയെങ്കിലും പോയി തീർത്ഥസ്നാനം കഴിച്ച് അതിന് ശുദ്ധീകരണം പ്രാപിക്കാമായിരുന്നു. നിങ്ങൾ ചിന്തിച്ചാട്ട്, നമ്മുടെ ഈ കൈയോടകത്തിരിക്കുന്ന പ്രാണനും ആത്മാവ് പറയുകയാണ്, ആ ആൾക്ക് 10 രൂപ കൊടുക്കാൻ പറഞ്ഞാൽ ഈ കൈ 10 രൂപ കൊടുക്കും. അതേ സമയത്ത് അകത്തിരിക്കുന്ന ആൾ പറയുകയാണ്, അവൻ്റെ പോക്കറ്റിലിരിക്കുന്ന 100 രൂപ രഹസ്യമായിട്ടിരുന്നു പറഞ്ഞാൽ ഈ കൈ പോയി അങ്ങ് എടുക്കും. ഇന്നാർക്ക് നമസ്കാരം കൊടുക്കാൻ പറഞ്ഞാൽ നമസ്കാരം കൊടുക്കും. ചെകിട്ടിക്കുറ്റത്ത് അടിക്കാൻ പറഞ്ഞാൽ അടിക്കും. ഈ കൈയല്ല ചെയ്യുന്നത്, അകത്തുള്ള പ്രാണനും ആത്മാവുമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പുറമേയുള്ള ക്രിയകൾ കൊണ്ട് നമ്മൾക്ക് ശുദ്ധീകരണമാകയില്ല. പാലായിലുള്ള പ്രിയപ്പെട്ടവരെ, പാപക്ഷമ പ്രാപിപ്പാൻ പുറമേയുള്ള ക്രിയകൾ എന്ത് ചെയ്താലും പാപക്ഷമ ലഭിക്കയില്ല. എത്ര സ്നാനം നടത്തിയാലും, എത്ര തീർത്ഥാടനത്തിന് പോയാലും, എത്ര ദാനധർമ്മം ചെയ്താലും പാപം നിന്റെ ആത്മാവിലും പ്രാണനുമാ ഉള്ളത്. അത് ക്ഷമിക്കപ്പെടുകയില്ല. പാവപ്പെട്ടവർക്ക് ആഹാരം കൊടുത്താൽ അവർ ആഹാരം കഴിക്കും. വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുത്താൽ നല്ലതാണ്, അങ്ങനെ ചെയ്യണം. എന്നാൽ പാപം ശരീരത്തിലല്ല, നമ്മുടെ ആത്മാവിലും പ്രാണനിലുമായിരിക്കുന്നതിനാൽ ആ പാപത്തിൻ്റെ ശരിയായ വില കൊടുത്തേ ഒക്കുള്ളൂ. അതിനുവേണ്ടിയാണ് വലിയവനായ ദൈവം തൻ്റെ പ്രോഗ്രാം ക്രമീകരിച്ചത്. യെശയ്യാ പ്രവചനം 53:6 വായിച്ചാട്ട്. ഐസിയ 53:6. യെശയ്യാവ് 53:6 വായിച്ചാട്ട്. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താന്താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. നമ്മളെ സ്നേഹിക്കുന്നവനായ ദൈവം, മനുഷ്യരെ സൃഷ്ടിച്ചവനായ ദൈവം, എന്നെയും നിങ്ങളെയും മതവ്യത്യാസമന്യേ എല്ലാവരെയും സ്നേഹിക്കുന്നവനായ ദൈവം എന്താണ് ചെയ്തത്? നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. മനുഷ്യരാകുന്ന നാം കർമ്മപ്രവർത്തികളിലേക്കും നമ്മുടെ ചിന്തയ്ക്കനുസരണമായുള്ള ഓരോരോ പ്രവർത്തികളിലേക്കും അങ്ങനെ തിരിഞ്ഞു പോയിക്കൊണ്ടിരുന്നപ്പോൾ, അപ്പോഴും നമ്മുടെ പാപത്തിന്റെ ക്ഷമ നമുക്ക് ലഭിക്കാതിരുന്നപ്പോൾ, ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ഇമ്മാനുവേൽ ഈ ഭൂമിയിൽ വരുവാനിടയായി. ഇമ്മാനുവേൽ ആകുന്ന യേശു ക്രിസ്തു വന്നത് മതം സ്ഥാപിക്കാനല്ല. പ്രിയ സഹോദരി സഹോദരന്മാരെ, എന്റെയും നിങ്ങളുടെയും പാപം അവന്റെ മേൽ വഹിക്കുവാനാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ അവനെക്കുറിച്ച് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 1:29 വായിച്ചാട്ട്. യോഹന്നാൻ 1:29. യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പാലായിലുള്ള ദൈവജനമേ, പാലായിലുള്ള പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഏത് മതത്തിലുള്ളവരായാലും ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു. ഇവിടെ പറയുന്നത്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ക്രിസ്ത്യാനികളുടെ പാപത്തെ ചുമക്കുന്നവനെന്നല്ല എഴുതിയിരിക്കുന്നത്. ഏതു മതത്തിൽപ്പെട്ടവരായാലും, ഏത് നിലയിൽപ്പെട്ടവരായാലും, അത് ഇന്ത്യ
ഇന്ത്യക്കാരായാലും ചൈനക്കാരായാലും അമേരിക്കക്കാരായാലും എല്ലാവരുടെയും പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇതൊരു കഥയല്ല, നടന്ന സംഭവമാണ്. ഇന്നേക്ക് ഏകദേശം 2000 വർഷങ്ങൾക്ക് മുൻപ് യെരുശലേമിൽ 33.5 വയസ്സ് ശാരീരികമായി നോക്കുമ്പോൾ പ്രായം തോന്നുന്ന ഒരു വ്യക്തി ഇതാ സകലരുടെയും പാപം അവന്റെ മേൽ വഹിക്കുവാനായി ഒരുങ്ങി നിൽക്കുകയാണ്. അത് ഭൂമിയുടെ സെന്ററിലാണ് നടന്നത്, ഭൂമിയുടെ ഒരു കോണിലല്ല. എന്തുകൊണ്ട് സെന്ററിൽ നടന്നത്? മധ്യഭാഗത്ത് എന്തുകൊണ്ട് നടന്നു? വടക്കുള്ളവർക്കും തെക്കുള്ളവർക്കും കിഴക്കുള്ളവർക്കും പടിഞ്ഞാറുള്ളവർക്കും എല്ലാവർക്കും ഒരുപോലെ അവകാശമാകത്തക്കവണ്ണം ഇതാ ഭൂമിയുടെ മധ്യത്തിൽ ദൈവത്തിന്റെ കുഞ്ഞാട് എന്റെയും നിന്റെയും പാപം വഹിക്കുവാൻ മുൻപോട്ട് വരുന്നു. ഇന്ന് രാത്രി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ അവിടേക്ക് ക്ഷണിക്കുകയാണ്. അവൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ മരിച്ചവരെ ഉയർപ്പിച്ചു, വിശപ്പുള്ളവർക്ക് ആഹാരം കൊടുത്തു, രോഗികളെ സൗഖ്യമാക്കി, ദുഃഖിതർക്ക് ആശ്വാസം നൽകി. എന്നാൽ സമയം ആയപ്പോൾ ഗത്സമന തോട്ടത്തിൽ ഞാൻ അവനെ കാണുകയാണ്. അവന്റെ ശിഷ്യന്മാരെ ഒരു സ്ഥലത്താക്കിയിട്ട് അവൻ മുൻപോട്ട് പോയി മുട്ടിന്മേൽ വീണു. അവന്റെ ഹൃദയം ദുഃഖിതമായി. അവൻ ഒരിക്കലും പാപം ചെയ്തിട്ടില്ല. അവന്റെ രക്തം വെള്ളം പോലെ വിയർപ്പ് തുള്ളി പോലെ വരികയാണ്. എന്താണ്? ഒരിക്കലും പാപം ചെയ്തിട്ടില്ലാത്തവൻ, പാപം അറിഞ്ഞിട്ടില്ലാത്തവൻ എന്റെയും നിന്റെയും പാപം വഹിക്കുവാൻ ഒരുങ്ങുകയാണ്. ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചു, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നിന്ന് മാറ്റണമേ. അടികൊള്ളുന്നതിൻ്റെ പേടി കൊണ്ടല്ല, പാപം ചെയ്യാത്തവനെ പാപമാക്കുമ്പോൾ അതിൻ്റെ വേദന കൊണ്ടാണ്. ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചു, പിതാവിന് ഒരു മറുപടി, പിതാവ് ഒരു മറുപടിയും കൊടുത്തില്ല. 2 പ്രാവശ്യം പ്രാർത്ഥിച്ചു, ഒരു മറുപടിയും കൊടുത്തില്ല. 3-ാമത്തെ പ്രാവശ്യവും പ്രാർത്ഥിച്ചു, ഒരു മറുപടിയും കൊടുത്തില്ല. ഞാൻ വിചാരിക്കും പിതാവ് ഇപ്രകാരം ചിന്തിച്ചു, എൻ്റെ ഏകജാതനായ ഒരു പാപവും ചെയ്യാത്തതായ കുഞ്ഞാട് സകലുടെയും പാപം വഹിക്കട്ടെ. എങ്ങനെയെങ്കിലും ആദാമ്യ സന്തതി പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് എൻ്റെ കൂടെ നിത്യമായി വസിക്കുവാൻ അവരൊരുങ്ങട്ടെ. അതുകൊണ്ടാണ് പറഞ്ഞത്, ദൈവം തൻ്റെ ലോകത്തെ ഇത്രമാത്രം സ്നേഹിച്ച് തൻ്റെ സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി യാഗമാക്കി തന്നു. പ്രിയ സഹോദര സഹോദരി, ഒരുപക്ഷെ നീ ചിന്തിക്കും, ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ? ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ദൈവം മാത്രമാണ്. എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഇവിടെയുണ്ട്. എന്നെ വാസ്തവമായി അവൾ സ്നേഹിക്കുന്നുണ്ട്, ഞാനും അവളെ സ്നേഹിക്കുന്നുണ്ട്. ഞങ്ങൾ പ്രായമാകും തോറും ദൈവകൃപയാൽ സ്നേഹം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. യൗവനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യുമെൻ്റൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ദൈവമക്കളായി തീർന്നതിനാൽ, ഒരു ശരീരത്തിൻ്റെ അംഗമായി തീർന്നതിനാൽ സ്നേഹം വർദ്ധിക്കുന്നുണ്ട്. എന്നാൽ എൻ്റെ ഭാര്യയേക്കാൾ എത്രയോ മടങ്ങ് കൂടുതലായി. എനിക്കൊരു മാതാവും പിതാവും ഉണ്ടായിരുന്നു. അവർ തിരുച്ചിലേക്ക് അപ്പുറത്ത് പ്രവേശിച്ചു. അവരും എന്നെ സ്നേഹിക്കുന്നവരായിരുന്നു. എനിക്കൊരു മകനും മകളുമുണ്ട്. അവർ 2 പേരും കർത്താവിൻ്റെ വേലയിലാണ്. അവർ സ്നേഹിക്കുന്നത്. എന്നാൽ അവരെക്കാൾ എല്ലാം ഉപരിയായി സ്നേഹിക്കുന്നത് എൻ്റെ ദൈവമാണ്. അവൻ എൻ്റെ പാപത്തിനു വേണ്ടി ഇതാ മനുഷ്യനായി അവതരിച്ചു. ഞാൻ പറഞ്ഞിട്ടല്ല അവൻ വന്നത്. ഞാൻ അവനെ അറിയുന്നതിന് മുൻപേ, ഞാൻ പാപിയായിരുന്നപ്പോൾ തന്നെ എൻ്റെ പാപം വഹിക്കുവാൻ അവൻ മുൻപോട്ട് വന്നു. റോമാ പടയാളികൾ അവനെ പിടിച്ച് അവൻ്റെ കൈ കെട്ടി അവൻ്റെ മുഖം മറച്ചു. മുഖത്ത് ശക്തിയോടെ അടിക്കുവാൻ തുടങ്ങി. അടിച്ചിട്ട് പറയുകയാണ്, നിന്നെ അടിച്ചവൻ ആരെന്ന് പറയുക, പ്രവചിക്കുക. അടിച്ചവനെയും അവൻ്റെ സകല വൃത്താന്തവും നല്ലവണ്ണം അറിയാവുന്നവൻ ശാന്തമായി നിൽക്കുകയാണ്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു ജെന്റിൽമാനെ പോലെ ഇരിക്കുന്നു. ഞാൻ ചെയ്ത കുറ്റങ്ങളെല്ലാം നിങ്ങൾ അറിയുമെങ്കിൽ നിങ്ങൾ എൻ്റെ മുഖത്ത് തുപ്പും. എനിക്ക് വേണ്ടി അവൻ്റെ മുഖത്ത് തുപ്പുകയാണ്. അവൻ്റെ കൈയെടുത്ത് ആ തുപ്പൽ തുടയ്ക്കുവാൻ കഴിയയില്ല. അതിനുശേഷം അവൻ്റെ വസ്ത്രം ഊരി
വസ്ത്രമൂരിട്ട് റോമാ സാമ്രാജ്യത്തിൻ്റെ സൈനികർ, പട്ടാളക്കാർ അവരെന്ത് ചെയ്യുന്നു? ചാട്ടവാറ് കൊണ്ട് അവൻ്റെ പുറത്തടിക്കുകയാണ്. ആ ചാട്ടവാറിൽ തോലുണ്ട്. തോലിൻ്റെ പീത്തയിൽ എല്ല് കഷ്ണവും മുള്ളുകളും ഇരുമ്പും എല്ലാം കൊളുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അടിക്കുമ്പോൾ പുറത്ത് ചെന്ന് പതിയുകയാണ്. ഒരു സ്റ്റേജിൽ നിന്നാണ് അടിക്കുന്നത്. വലത്തുവശത്തൂടെ തോളിൽ കൂടെ 13 പ്രാവശ്യം, ഇടത്തെ തോളിൽ കൂടെ 13 പ്രാവശ്യം, പിന്നെ വയറിന് ചുറ്റുമായി 13 പ്രാവശ്യം. പുറത്തെ മുഴുവൻ മാംസവും ഇളകിപ്പോയി. അത് നോക്കിക്കൊണ്ടാണ് യെശയ്യാവ് പറയുന്നത്, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് പത്രോസ് പറയുന്നത്, അവൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. ഞാൻ കഴിഞ്ഞ 2 ദിവസമായി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എനിക്കറിയാം ചിലർ തീർച്ചയായും സൗഖ്യമായിട്ടുണ്ട്. അവർ സൗഖ്യമായത് എൻ്റെ ഭക്തി കൊണ്ടോ എൻ്റെ കഴിവ് കൊണ്ടോ അല്ല. 2000 വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ യേശുവിൻ്റെ പുറം ഉഴവ് ചാലുകളെ പോലെ കീറപ്പെട്ടതിനാൽ അവൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. എത്ര ക്യാൻസർ രോഗികളാണ് സൗഖ്യമായിട്ടുള്ളത്. എയ്ഡ്സ് രോഗികളും അനേകർ സൗഖ്യമായത് എനിക്കറിയാം. പ്രിയമുള്ളവരെ, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അവൻ്റെ അടിപ്പിണരുകളാൽ. ഞാനൊരു പ്രാവശ്യം അമേരിക്ക ലൂസിയാനയിൽ വലിയ യോഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ഓഡിറ്റോറിയമാണ്. ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ 3-ാമത്തെ ദിവസം ഞാൻ പ്രസംഗം തുടങ്ങിയപ്പോൾ ഒരു പ്രായമുള്ള ഒരാൾ എഴുന്നേറ്റ് മുൻപോട്ട് വരാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, പോയി ഇരുന്നാട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ മക്കൾ, 2 മൂത്ത മക്കൾ മുൻപോട്ട് വന്ന് പറഞ്ഞു, ഞങ്ങൾ ഇന്നലെ ഞങ്ങളുടെ ഫാദറിനെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു. ക്യാൻസർ രോഗിയായി മരണത്തിൽ ബോധമില്ലാത്ത നിലയിൽ കൊണ്ടുവന്നായിരുന്നു. 1 മണിക്കൂർ 2 മണിക്കൂർ ജീവിച്ചിരിക്കൂ എന്ന് ഡോക്ടർ പറഞ്ഞു. അതുകൊണ്ട് കൊണ്ടുവന്നതാണ്. ഞങ്ങൾ പുറയിൽ വെച്ചിരുന്നു. നിങ്ങൾ പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ പിതാവ് എഴുന്നേറ്റിരുന്നു, സൗഖ്യമായി. അപ്പോൾ ആ പിതാവ് പറയുകയാണ്, എന്നോട് പറയും, എനിക്കൊന്ന് നടന്ന് ആ സ്റ്റേജ് വരെ വരുവാൻ അനുവാദം തരണമേ. 90 വയസ്സ് ഏകദേശമുള്ള 80-90 വയസ്സിടയ്ക്കുള്ള പ്രായമുള്ള ഒരാളാണ്. ഞാൻ പ്രാർത്ഥിച്ചില്ല. വചനം കേട്ടപ്പോൾ ആ ക്യാൻസർ രോഗിയായവൻ എഴുന്നേറ്റ് നടക്കുവാനിടയായി. കർത്താവിന് സ്തോത്രം. എൻ്റെ പ്രസംഗത്തിൻ്റെ മിടുക്കുകൊണ്ടല്ല. ഹല്ലേലൂയ. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അതുപോലെ കോഴഞ്ചേരിയിൽ മാരാമൺ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ മാരാമണിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പക്ഷപാത രോഗിയെ സൗഖ്യമാക്കുവാൻ ഇന്നും ജീവിക്കുന്നു എന്ന് പറഞ്ഞു. അവിടുന്ന് 2.5 കിലോമീറ്റർ ദൂരെ അവിടെ നല്ല പണമുള്ള സിനിമാ തിയേറ്ററൊക്കെ ഉള്ള നല്ലൊരു യാക്കോബ കുടുംബത്തിൽപ്പെട്ടവരാണ്. അവരുടെ ഒരു മകൾ ജനിച്ചപ്പോൾ തന്നെ ബെഡിലാണ്. 10-23 വയസ്സായി. അപ്പോൾ നല്ല പണമുള്ളവരായതുകൊണ്ട് അവൾക്ക് വേണ്ടി ഒരു ബെഡ്, ഒരു റൂം പ്രത്യേകമായിട്ട് ഒരുക്കി കൊടുത്തിരുന്നു. അവിടെ അവൾ അങ്ങനെ കിടക്കാൻ അവൾക്കൊരു വേലക്കാരത്തിയും ഉണ്ടായിരുന്നു. ഞാൻ മൈക്കിൽ കൂടെ കർത്താവ് പക്ഷപാത രോഗിയെ സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ജനലിൽ കൂടെ ആ ശബ്ദം ആ പ്രിയപ്പെട്ട സഹോദരി കേട്ടു. അവളെ മുറിയിൽ അടച്ചിട്ട് ആ വേലക്കാരി പോയിരുന്നു വേദോ കാര്യങ്ങൾ. അവർ തിരിച്ചു വന്നപ്പോൾ ഈ സഹോദരി ബെഡിൽ കിടന്ന് 23 വർഷം ഒരിക്കൽ പോലും എഴുന്നേറ്റില്ലാത്ത സഹോദരി എഴുന്നേറ്റ് വാതിക്കൽ വന്ന് നിൽക്കുകയാണ്. വാതിലടച്ചിരിക്കുക. പറയുകയാണ്, തുറക്ക്. അവൾ വിചാരിച്ചു ഏതോ ഭൂതമാണെന്ന് വിചാരിച്ച് പേടിച്ച് അലറി. അപ്പനെയും അമ്മയെല്ലാം വിളിച്ചുകൊണ്ട് വന്ന് നോക്കിയപ്പോൾ അവൾ അകത്തുനിന്ന് പറയുകയാണ്, ഞാൻ ജനലിൽ കൂടെ ശബ്ദം കേട്ടു, യേശു സൗഖ്യമാക്കുന്നു. അത് കേട്ട് ഞാൻ സൗഖ്യമായി. അവരെല്ലാം കൂടെ രാത്രിയിൽ എന്നെ തേടി വന്നു. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ആ സഹോദരിയെ കാണുവാനിടയായി. ആ സഹോദരി പറഞ്ഞു, നിങ്ങൾ ആരാന്ന് എനിക്കറിഞ്ഞുകൂടാ, എന്നാൽ ആ ശബ്ദം കേട്ടു, യേശു പക്ഷപാത രോഗിയെ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു. ഞാനും ആ ശബ്ദം കേട്ടു, വിശ്വസിച്ചു. ഇതെഴുന്നേറ്റ് നടക്കുവാൻ തുടങ്ങി. കർത്താവിന് സ്തോത്രം. ഞാൻ പറഞ്ഞത്, ഞാൻ അങ്ങനെ അവിടെ ഒരു രോഗി ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നു പോലുമില്ല. അതുകൊണ്ട് എൻ്റെ ബലം കൊണ്ടോ എൻ്റെ അഭിഷേകം കൊണ്ടോ എൻ്റെ വിശുദ്ധി കൊണ്ടല്ല, അവൻ്റെ പുറം ചാട്ടവാറുകളാൽ അടിക്കപ്പെട്ടതിനാൽ. ഹല്ലേലൂയ.
അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. എത്ര എയ്ഡ്സ് രോഗികളാണ് അങ്ങനെ സൗഖ്യമായിക്കൊണ്ടിരിക്കുന്നത്. കർത്താവിന് സ്തോത്രം. ആ ഒരു സംഭവം കൂടെ പറയട്ടെ. ലുധിയാനയിൽ ഞങ്ങളുടെ മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുക. അവിടെ ജമ്മുവിൽ നിന്ന് ഒരു സർദാർ സിഖ് കുടുംബം, അതിൻ്റെ ഒരു നല്ല പണമുള്ളവരാണ്. അവർക്ക് ട്രക്സ് എല്ലാം ഉണ്ട്, സ്വന്തം വക വണ്ടി ഓടിക്കുന്ന. അവരുടെ മൂത്ത മകൻ സർദാർജി അവൻ എയ്ഡ്സ് രോഗിയായി മരിക്കാറുള്ള നിലയിലായി. ലുധിയാന മിഷൻ ഹോസ്പിറ്റൽ പറഞ്ഞ് ഇനി ജീവിക്കാൻ ഒക്കുകയില്ല. അവരവനെ ഇങ്ങനെ പൊക്കിയെടുത്തുകൊണ്ട് പോവുകയാണ്. പൊക്കിയെടുത്തുകൊണ്ട് പോകുന്ന വഴിയിലാണ് ഞങ്ങളുടെ യോഗം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ വിചാരിച്ചു, സിഖ് വിചാരിച്ചു ഇവിടെ ഒന്ന് വെച്ച് നോക്കാം, ഏതെങ്കിലും നടന്നില്ലാട്ട്. ഞങ്ങൾ അന്ന് പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, അപ്പോൾ തന്നെ ആ പ്രിയ സഹോദരനെ കർത്താവ് സൗഖ്യമാക്കി. അവന് വിവാഹം കഴിച്ചവനായിരുന്നു, അവന് മക്കളുമുണ്ട്. അവൻ ഇപ്പോൾ വിശ്വാസിയായി തീർന്നിട്ടുണ്ട്. അവൻ്റെ പിന്നെയും അവർക്ക് മക്കളുണ്ടായി. പോയി ചെക്ക് ചെയ്ത് നോക്കിയിട്ട് HIV ഒരല്പം പോലും ഇല്ലാതെ പൂർണ്ണമായി കർത്താവിനെ സൗഖ്യമാക്കി. അങ്ങനെ എത്ര പേരെയാണ് സൗഖ്യമാക്കിയത്? ഞാൻ പറയട്ടെ, എൻ്റെ മിടുക്കല്ല, അവൻ്റെ അടിപ്പിണരുകളാൽ, യേശു സഹിച്ച വേദനയാൽ. അതുകൊണ്ടാണ് അവൻ സകല പാപവും പോക്കുന്നു, സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. പ്രിയ സഹോദര സഹോദരി, ഈ രാത്രി ഈ ആ ക്രൂശിൻ്റെ മേൽ പോകുവാനായി ഒരുങ്ങിയിരിക്കുന്ന കർത്താവിനെ നിന്ന് കാണുമോ? യേശുവിൻ്റെ വസ്ത്രം ഉരിഞ്ഞു, അവനെ ചാട്ടവാർ കൊണ്ട് അടിച്ച ശേഷം അവൻ്റെ പുറത്ത്, അവൻ്റെ തോളിൽ വലിയൊരു ക്രൂശ് കൊടുത്തു. ആ ക്രൂശ് വലിച്ചു കൊണ്ടുപോവുകയാണ്. 7 പ്രാവശ്യം വീഴുവാനിടയായി. ഇത്ര വലിയൊരു ക്രൂശ് തോളിൽ വെച്ചുകൊണ്ട് പോകുമ്പോൾ വീഴുകയാണ്. വീഴുമ്പോൾ റോമി പട്ടാളക്കാരവനെ അടിക്കുമ്പോൾ വീണ്ടും എഴുന്നേറ്റ് പോകുകയാണ്. ഒടുവിൽ ഗോൽഗോഥ എന്ന സ്ഥലത്ത് ചെന്നപ്പോൾ ആ കുരിശിന്മേൽ അവനെ കിടത്തി. സാധാരണ ക്രൂശിന്മേൽ ആരെങ്കിലും ദുഷ്ടന്മാരുടെ കൈകൾ ആണികൊണ്ട് അടിക്കണമെങ്കിൽ 3-4 പേര് പിടിച്ചു വേണം അടിക്കാൻ. എന്നാൽ തന്നെത്താൻ തൻ്റെ കൈകൾ വിരിച്ചു കൊടുക്കുകയാണ്. ആ കൈകളിന്മേൽ നീണ്ട ഇരുമ്പാണി കൊണ്ട് അടിച്ചു കയറ്റുകയാണ്. പ്രിയ സഹോദര, ആ ചുറ്റികയുടെ ശബ്ദം ഇന്ന് രാത്രി നീ കേൾക്കുന്നുണ്ടോ? നിന്റെ പാപം വഹിച്ചുകൊണ്ട്, എൻ്റെ പാപം വഹിച്ചുകൊണ്ട് അവൻ്റെ 2 കൈകളിലും ആണികളടിച്ചു, കാൽപാദങ്ങളിലും ആണിയടിച്ചു. അതിനുശേഷം ആ ക്രൂശ് പൊക്കി ആ ഒരുക്കിയ കുഴിയിലേക്ക് പെട്ടെന്നിടുവാനിടയായി. ആ ഇട്ട ആ ഇളക്കത്തിൽ, ആ ജേർക്കിൽ ആ അസ്ഥികളെല്ലാം വിട്ടുപോയി. അസ്ഥികൾ, ഓരോ അസ്ഥികളുടെയും ജോഡിൽ നിന്ന്, അതിൻ്റെ ആ മുട്ടുകളിൽ നിന്ന് അസ്ഥികൾ വേർപെട്ടു. ഇതാ 3 ആണികളിന്മേൽ തൂങ്ങിക്കിടക്കുന്നവരെ നിങ്ങൾക്ക് കാണുവാൻ കഴിയുമോ? അവൻ അവിടെ നിന്ന് പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം ആരും കൊടുത്തില്ല. വേദന കൂടുന്ന ആ അല്പം അവൻ്റെ തൊണ്ടോട് അടുപ്പിച്ചപ്പോൾ അവന് കുടിക്കാൻ മനസ്സില്ലാതെ തള്ളിക്കളഞ്ഞു. എന്നാൽ അവിടെ ഒരു നടന്ന സംഭവം ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ. മത്തായി സുവിശേഷം 27:45-46 വായിച്ചാട്ട്. മത്തായിയുടെ സുവിശേഷം 27:45-46. 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. ഏകദേശം 9 മണി നേരത്ത് യേശു ഏലി ഏലി ലമ്മ ശബ്ദാനി എന്ന് ഉറക്കെ നിലവിളിച്ചു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്നർത്ഥം. ഇവിടെ 3 ആണികളിൽ മേൽ കർത്താവായ യേശു ക്രിസ്തു തൂങ്ങിക്കിടക്കുമ്പോൾ 6 മണി നേരം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടുത്തെ 12 മണി. ഇസ്രായേൽ മക്കളിൽ ആ കാലത്ത് 1 എന്ന് പറയുന്ന രാവിലെയാണ്. 1 മുതൽ വൈകിട്ടാകുമ്പോഴത്തെ 12 മണി. അപ്പോൾ അവരുടെ 6 മണി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടുത്തെ 12 മണി. 12 മണി മുതൽ 3 മണി വരെ ഭൂമിയിൽ വലിയ ഇരുട്ടുണ്ടായി. ആ വലിയ ഇരുട്ടുണ്ടായപ്പോൾ ഒരു പ്രത്യേക സംഭവം നടന്നു. അത് വേദപുസ്തകത്തിൽ ഓരോ വാക്യങ്ങളും ചേർത്ത് വായിച്ച് മനസ്സിലാക്കിയാലേ അത് മനസ്സിലാകുകയുള്ളൂ. പലർക്കും അത് മനസ്സിലായിട്ടില്ല.
പല പ്രാസംഗികന്മാർക്കും അത് മനസ്സിലായിട്ടില്ല. സങ്കീർത്തനം 18:4 മുതൽ 6 വരെ വായിച്ചാട്ട്. സങ്കീർത്തനം 18:4 മുതൽ 6 വരെ. Psalms 18:4-6. അഗാധ പ്രവാഹങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു, പാതാള പാശങ്ങൾ എന്നെ വളഞ്ഞു, മരണത്തിൻ്റെ കെണികളും എന്നെ തുടർന്നു പിടിച്ചു. എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ ദൈവത്തോട് നിലവിളിച്ചു. അവൻ തൻ്റെ മന്ദിരത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു. തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവൻ്റെ ചെവിയിലെത്തി. ഇവിടെ എഴുതിയിരിക്കുന്നത്, മരണപാശങ്ങൾ എന്നെ ചുറ്റി, അഗാധ പ്രവാഹങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു, പാതാള പാശങ്ങൾ എന്നെ വളഞ്ഞു, മരണത്തിൻ്റെ കെണികളും എന്നെ തുടർന്നു പിടിച്ചു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ 3 ആണികളിൽ മേൽ തൂങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ വലിയ ഇരുട്ടുണ്ടായി. ആ ഇരുട്ടുണ്ടായ സമയത്ത് നമ്മുടെ കർത്താവായ യേശു സകലരുടെയും പാപം വഹിച്ചതുകൊണ്ട് പാതാളത്തിൻ്റെ കയറുകൾ അവനെ പിടിച്ചു വലിച്ച് ആ അഗാധത്തിലേക്ക് കൊണ്ടുപോയി. ആ വേദന അനുഭവിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി. എബ്രായ ലേഖനം 5:7 മുതൽ 9 വരെ ഇവിടെ വായിച്ചാട്ട്. എബ്രായ ലേഖനം 5-ാം അധ്യായം 7 മുതൽ 9 വരെ ഇവിടെ വായിച്ചാട്ട്. തൻ്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷിക്കുകയും അഭയയാചന കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. ഇവിടെ ക്രിസ്തു തൻ്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭിയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. നമ്മുടെ കർത്താവ് അടി കൊള്ളുന്നതിൻ്റെ വേദനയ്ക്ക് ഭയപ്പെട്ടവനല്ല. ഇന്ന് എത്രയോ ദൈവമക്കൾ അടികൾ കൊള്ളുന്നു, തീ കൊണ്ട് ദഹിപ്പിക്കപ്പെടുന്നു. ഞാൻ 16 പ്രാവശ്യം ഉപദ്രവം സഹിച്ചവനാണ്. സാധാരണ അടി ഒത്തിരി കൊണ്ടിട്ടുണ്ട്, എന്നാൽ ക്രൂരമായ ഉപദ്രവം 16 പ്രാവശ്യം കൊണ്ടു. എന്നെ അടിക്കുന്നവരോട് അടിക്കരുതേന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഒരു ദിവസം ഒരു പ്രാവശ്യം പോലും കരഞ്ഞിട്ടില്ല, കൈയെടുത്ത് തടഞ്ഞിട്ടില്ല. എത്ര പ്രാവശ്യം തലയ്ക്ക്, എന്തുകൊണ്ടാണ് ഞാൻ ഇരുന്ന് സംസാരിക്കുന്നത്, എഴുന്നേറ്റ് നിന്നാൽ തല കറങ്ങി വീടുമെന്ന് ഒരു ഭീതി, ഒരു ചിന്ത വരുന്നുണ്ട്. ദൈവത്തോട് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞ് ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി, പ്രസംഗിച്ചാൽ മതി. എത്ര പ്രാവശ്യം ഞാൻ ഉപദ്രവങ്ങൾ സഹിച്ചു. അപ്പോഴെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് എനിക്ക് സന്തോഷം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഒരു പ്രാവശ്യം എൻ്റെ മുഖത്തടിച്ച് രക്തം മുഴുവനും, ഞാൻ പരസ്യമായി നിന്ന് പ്രസംഗിക്കുകയായിരുന്നു, മുഖത്തടിച്ച് രക്തം മുഴുവനും, എൻ്റെ ഷർട്ട് മുഴുവനും രക്തം നിറഞ്ഞു. അപ്പോഴും ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കർത്താവായ യേശു, ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞത്, കർത്താവായ യേശു ക്രിസ്തു അടിയുടെ വേദന കൊണ്ടല്ല കരഞ്ഞത്. അവൻ്റെ ആത്മാവും പ്രാണനും ആ ലോകത്തിലേക്ക്, ആ തീപ്പൊയ്കയിലേക്ക് അവനെ വലിച്ചു കൊണ്ടുപോയി. അപ്പോഴാണ് അവൻ വിളിച്ചത്, എന്നെ കൈവിട്ടതെന്ത്? ആ ഇരുട്ടിൻ്റെ സമയത്ത് അല്പസമയത്തേക്ക് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ആത്മാവും പ്രാണനും ആ വേദനപ്പെടുന്ന ആ സ്ഥലത്തേക്ക് പോയി. അവൻ്റെ ആത്മാവും പ്രാണനും തീയാൽ പൊള്ളപ്പെട്ടു. എൻ്റെ കർത്താവ് ശരീരത്തിൽ കഷ്ടം അനുഭവിച്ചത് മാത്രമല്ല, എൻ്റെ പ്രാണനും ആത്മാവിനും വേണ്ടി അവൻ്റെ ആത്മാവിനെയും പ്രാണനെയും പാതാള കയറുകൾ വലിച്ചു താഴേക്ക് കൊണ്ടുപോയി. അവിടെ നിന്ന് അവൻ വിളിച്ചപ്പോൾ അവൻ ഉത്തരം കൊടുത്തു, മടങ്ങി വന്നു. മടങ്ങി വന്നിട്ട് ക്രൂശിന്മേൽ കിടന്നുകൊണ്ട് പറയുകയാണ്, സകലതും നിവൃത്തിയായി. അതിനുശേഷം അവനവൻ്റെ പ്രാണനെ ഏൽപ്പിച്ചു. പിതാവേ, എൻ്റെ പ്രാണനെ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു. ആകയാൽ ഞാനിവിടെ നിർത്തുവാൻ പോകുകയാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശരീരത്തിൽ മാത്രമല്ല കഷ്ടം അനുഭവിച്ചത്, തൻ്റെ ആത്മാവും പ്രാണനും ആ തീക്കുള്ളിൽ, ആ വേദനിപ്പിക്കപ്പെടുന്ന ആ
നരക തീക്കുള്ളിൽ ആത്മാക്കൾ കിടന്ന് കഷ്ടപ്പെടുന്ന അവിടെയും കർത്താവിൻ്റെ ആത്മാവും പ്രാണനും പോയി ശിക്ഷ അനുഭവിച്ചു മടങ്ങി വന്നു. അതുകൊണ്ടാണ് ഞാൻ സാത്താനോട് പറയുന്നത്, സാത്താനേ, എൻ്റെ ശരീരത്തിന് മാത്രമല്ല, എൻ്റെ ആത്മാവിനും പ്രാണനും വേണ്ടി യേശു വില കൊടുത്തു. അതുകൊണ്ട് സാത്താനേ, നിനക്കെൻ്റെ മേൽ യാതൊരു അവകാശവുമില്ല. ഭൂമിക്ക് മുകളിൽ ജനിച്ചവരിൽ ഒരേ ഒരാൾ മാത്രം അധോലോകത്തിൽ പോയി വില കൊടുത്തു വന്നത് കർത്താവായ യേശു ക്രിസ്തു മാത്രം. അനേകർ രക്തസാക്ഷികളായിട്ടുണ്ട്, അനേക ഗുരുക്കന്മാർ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അവരെല്ലാം ഞാൻ ആദരിക്കുന്നു. എന്നാൽ ഒരു പാപിക്ക് വേണ്ടി പൂർണ്ണ ശിക്ഷ അനുഭവിച്ചത് യേശു ക്രിസ്തു മാത്രം, എൻ്റെയും നിങ്ങളുടെയും പാപങ്ങൾക്ക് വേണ്ടി. ഒരു വാക്യം കൂടെ വായിച്ച് അവസാനിപ്പിക്കാം. യെശയ്യാവ് 1:18. യെശയ്യാവ് 1:18. നമുക്ക് തമ്മിൽ വാദിക്കാം, വരുവീൻ നമുക്ക് തമ്മിൽ വാദിക്കാം എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങളുടെ പാപങ്ങൾ കടിച്ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും. നിങ്ങളുടെ പാപം കടിഞ്ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും. ഞാൻ ഒരു ചെറിയ സംഭവം പറയട്ടെ. തമിഴ്നാട്ടിൽ തൃശ്ശിനാപ്പള്ളിയിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ അനേക ഹിന്ദു പ്രിയപ്പെട്ടവർ രക്ഷിക്കപ്പെടുവാനിടയായി. DMKയിലുള്ളവരും അനേകം രക്ഷിക്കപ്പെടുവാനിടയായി. വെള്ളിയാഴ്ച രാത്രിയിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ സ്റ്റേജിലേക്ക് ഒത്തിരി കല്ലൊക്കെ എറിഞ്ഞു. 10-15 മിനിറ്റ് കല്ലൊക്കെ എറിഞ്ഞു. അതിനുശേഷം അവർ കല്ല് നിർത്തി പ്രസംഗം കേട്ടു. ശനിയാഴ്ച വൈകിട്ട് 10,000-കണക്കിന് ആളുകളുണ്ട്. 1000 അല്ല, 10,000-ൽ എത്ര, 20,000-25,000 ആളുണ്ടെന്നാണ് പറയുന്നത്. എന്നാൽ 10,000-കണക്കിന് ആളുകളുണ്ട്. ഒരു നല്ല ഗ്രൗണ്ടാണ്, നദിയുടെ തീരത്ത്. ഞാൻ വലിയൊരു സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുക. ഞാൻ ഇംഗ്ലീഷിൽ പ്രസംഗിക്കുന്നു, വേറൊരു സഹോദരൻ തമിഴിൽ തർജ്ജിമ ചെയ്യുകയാണ്. സ്റ്റേജിലേക്ക് കല്ലെറിയുമ്പോൾ ഞാൻ മുൻപോട്ട് പോയി, കല്ല് എന്നെ കൊണ്ടില്ല, പുറത്ത് വലിയൊരു ഭിത്തി ഉണ്ടായിരുന്നു, ഭിത്തിയിൽ കൊണ്ടിട്ട് അതിൻ്റെ ചില്ലുകളൊക്കെ വന്ന് എൻ്റെ പുറത്ത് കൊണ്ടു. വേദനയൊന്നും ഉണ്ടായില്ല. എന്നാൽ ശനിയാഴ്ച ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുരുഷന്മാരും സ്ത്രീകൾക്ക് തമ്മിൽ ഇടയ്ക്കൊരു 2-3 അടിയുള്ള വീതിയായിട്ടൊരു വഴിയുണ്ട്. ഒരു കറുത്ത വലിയൊരു മനുഷ്യൻ ഓടി വരികയാണ്. ഞാൻ യേശുവിൻ്റെ സ്നേഹം പറയുകയാണ്. ഈ യെശയ്യാവ് 1:18 എടുത്തു പ്രസംഗിക്കുകയാണ്. നിന്റെ പാപം കടിച്ചുവപ്പായിരുന്നാലും. അപ്പോൾ അവൻ പറയുകയാണ്, ഞാൻ നിന്നെ കൊല്ലാൻ വന്നവനാണ്, ഞാൻ 63 പേരെ കൊന്നവനാണ്. നിന്നെ കൊല്ലുവാനായി 10,000 രൂപ എനിക്ക് അവർ പറഞ്ഞു. 5,000 രൂപ എൻ്റെ തന്നു. അത് സ്റ്റേജിലോട്ടിട്ടു. അപ്പോൾ എൻ്റെ കോർണറിലും മൈക്കുണ്ട്. 10, 20, 25,000 ആളുണ്ടെങ്കിൽ ദൂരമെല്ലാം വലിയ സ്പീക്കറുണ്ട്, എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ആ സഹോദരൻ വന്ന് സ്റ്റേജിലേക്ക് 5,000 രൂപ എറിഞ്ഞതിന് ശേഷം അവിടെ തല മുട്ടിക്കൊണ്ട് പറയുകയാണ്, ഞാൻ 63 പേരെ കൊന്നു. ഞാൻ പറഞ്ഞു, സഹോദര, നീ 63 പേരെ കൊന്നയാൾ എങ്ങനെയാണ് ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുക? എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞാൻ അവൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, സഹോദരന്മാരെ, അവനെ മുറിയിൽ കൊണ്ടിട്ട് യോഗം കഴിഞ്ഞിട്ട് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ശേഷം ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഒടുവിൽ എല്ലാം കഴിഞ്ഞ് ഞാൻ അവിടെ ചെന്നപ്പോൾ പറഞ്ഞു, എങ്ങനെയാണ് നീ 61 പേരെ കൊന്നതെന്ന് പറഞ്ഞു, ഞാൻ DMKയുടെ ആളാണ്. ചിലപ്പോൾ എന്നെ പോലീസിൻ്റെ യൂണിഫോം ഇടിയിക്കും, ചിലപ്പോൾ സാധുക്കളുടെ യൂണിഫോം ഇടിയിക്കും. അതുപോലെ ഓരോ തരത്തിലുള്ള വസ്ത്രം എനിക്ക് തരും. ഞാൻ കൊന്നു കഴിഞ്ഞാൽ ഉടനെ എന്നെ കൊണ്ടുപോകും, എനിക്ക് എൻ്റെ പണം തരും. എന്നെ ഇവിടുന്ന് 300 കിലോമീറ്റർ ദൂരെ നിന്ന് കൊണ്ടുവന്നാണ്. നിന്നെ കൊല്ലാനായി 10,000 രൂപ അവർ പറഞ്ഞു. 5,000 രൂപ എൻ്റെ കയ്യിൽ തന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, യേശു നിൻ്റെ പാപം ക്ഷമിക്കുകയാണെങ്കിൽ നീ എന്ത് ചെയ്യും? പറഞ്ഞു, ഞാൻ നാളെ രാവിലെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറയും, ഞാൻ 63 പേരെ കൊന്ന കൊലപാതകനാണ്, എനിക്ക് ജീവിപ്പാൻ അവകാശമില്ല എന്ന് പറയും. അവൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, വാസ്തവത്തിൽ അവൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം പ്രവർത്തിച്ചു എന്ന്. ഒടുവിൽ ഞാൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു, കർത്താവ്. അവൻ രാത്രി 2 കർത്താവിൻ്റെ ദാസന്മാരുടെ രാത്രി മുഴുവനും ഒരു കുഞ്ഞിനെ പോലെ കരഞ്ഞുകൊണ്ടിരുന്നു. രാവിലെ എനിക്ക് പോകണമായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഈ ക്രൂരനായ മനുഷ്യൻ്റെ മുഖം ഒരു കുഞ്ഞിൻ്റെ മുഖം പോലെ ആയിരുന്നു. ഒടുവിൽ പോലീസ് സ്റ്റേഷൻ, പിന്നെ എനിക്ക് റിപ്പോർട്ട് കിട്ടിയത്, പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ മിനിസ്റ്റേഴ്സ് ഫോൺ ചെയ്തു പോലീസ് സ്റ്റേഷനിൽ. അവൻ പ്രാന്തനായി. അതുകൊണ്ട് അവൻ പറയുന്നു, റെക്കോർഡ് ചെയ്യരുത്, അവൻ കൊല്ലുന്നു പറയുന്നു. കാരണം ഇതെല്ലാം പരസ്യമായി. പോലീസ് കേസൊന്നും എടുത്തില്ല.
പിന്നെ ഞാൻ അറിഞ്ഞത് 5 വീടുകളിൽ അവൻ കയറി ചെന്ന് കൊന്നത് അവൻ ഓർമ്മയുണ്ടായിരുന്നു. അവൻ അവരുടെ വീടുകളിൽ ചെന്ന് പറഞ്ഞു, ഞാനാണ് നിങ്ങളുടെ ആളിനെ കൊന്നത്. യേശു എന്നോട് ക്ഷമിച്ചു. നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയുമെങ്കിൽ ക്ഷമിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ കൊല്ല. 5 വീട്ടുകാരും അവനെ കൊന്നില്ല. ഞാൻ പറഞ്ഞത് 63 പേരെ കൊന്നവരെയും അവൻ്റെ പാപം അവൻ ഏറ്റു പറഞ്ഞപ്പോൾ സ്നേഹിക്കുന്നവനായ ദൈവം അവൻ്റെ പാപത്തെ പൂർണ്ണമായി കഴുകി ശുദ്ധീകരിച്ചു. ഇന്ന് രാത്രികാലം ഇവിടെ ഇരുന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിന്റെ പാപം എത്ര വലുതായാലും ഇതാ നിന്റെ പാപത്തെ ക്ഷമിക്കുന്ന ദൈവ കുഞ്ഞാണ്. നിന്റെ പാപം കടിച്ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും. എന്തുകൊണ്ട്? പാപം അറിഞ്ഞിട്ടില്ലാത്തവൻ എനിക്ക് വേണ്ടി നിനക്ക് വേണ്ടി തൻ്റെ വില കൊടുത്തു. ആകയാൽ പാലായിൽ ദൈവശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, റോഡിൽ നിന്ന് ദൈവശബ്ദം കേൾക്കുന്നവരെ, കടയിൽ നിന്ന് കേൾക്കുന്നവരെ, ഇവിടെ ഇരുന്നുകൊണ്ട് കേൾക്കുന്നവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ പാപക്കടം തീർക്കുവാൻ, നമ്മുടെ പാപത്തിൽ നിന്ന് ശുദ്ധീകരണം പ്രാപിക്കുവാൻ ഒരേ ഒരു സ്ഥലം, അതാണ് കാൽവറി ക്രൂശ്. ആ കാൽവറി ക്രൂശിൽ വരിക, നീ രൂപാന്തരപ്പെടും. എത്ര പേർ രൂപാന്തരപ്പെട്ടിട്ടുണ്ട്, എത്ര കൊലപാതകികൾ രൂപാന്തരപ്പെട്ടിട്ടുണ്ട്, എത്ര വ്യഭിചാരികൾ രൂപാന്തരപ്പെട്ടിട്ടുണ്ട്, എത്ര മോഷ്ടാക്കൾ രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. പ്രിയ സഹോദര, നിന്റെ പാപത്തിന്റെ ക്ഷമ നീ പ്രാപിച്ചില്ല എങ്കിൽ മരണത്തോടുകൂടെ നിന്റെ ആത്മാവും പ്രാണനും നിന്റെ ശരീരത്തിൽ നിന്ന് യാത്ര പറയും. പോകുന്നത് വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്തായിരിക്കും. പ്രിയ സഹോദര, പാലായിലുള്ള പ്രിയ സഹോദര സഹോദരി, അവിടേക്ക് പോകരുതേ. ഇന്ന് രാത്രി സ്നേഹത്തോടെ പിതാവ് നിന്നെ വിളിക്കുന്നു. നിന്റെ പാപമെല്ലാം കഴുകുവാൻ. അതിന് പൈസ കൊടുക്കണ്ട, മെഴുതിരി കത്തിക്കണ്ട, ഒന്നും ചെയ്യണ്ട. അയ്യോ, ഞാൻ പാപിയാണ്, എന്റെ യേശുവേ, എന്റെ പാപം എന്നോട് ക്ഷമിക്കണമേ എന്ന് കരഞ്ഞ് പശ്ചാത്തപിച്ചാൽ ഇന്ന് രാത്രി ഈ സമയം തന്നെ നിന്റെ പാപത്തിന് ക്ഷമ ലഭിക്കും. നിനക്ക് രക്ഷ പ്രാപിപ്പാൻ കഴിയും. പിന്നെ നിനക്ക് മരണത്തെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നീ മരിച്ചാൽ തീർച്ചയായും ദൈവസന്നിധിയിൽ കാണപ്പെടുവാനിടയാകും. നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. ഹല്ലേലൂയ. ശാന്തമായി നമുക്ക് പ്രാർത്ഥിക്കാം. അതത് കടകളിൽ നിൽക്കുന്നവർ, റോഡിൽ നിൽക്കുന്നവർ, ദൂരെ നിന്ന് കേൾക്കുന്നവർ, നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നത് നിങ്ങളുടെ തലകളെ വണക്കുവീൻ. അല്പം മിനിറ്റ് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, ഓരോരുത്തരോടും പാപത്തെക്കുറിച്ച് നീ ബോധം വരുത്തണമേ. പരിശുദ്ധാത്മാവേ, ഓരോരുത്തർക്കും പാപത്തിനെ കുറിച്ച് ബോധം വരുത്തണമേ. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്നവരിലോ വെളിയിൽ നിൽക്കുന്നവരിലോ ആരെങ്കിലും എൻ്റെ പാപം ഏറ്റുപറഞ്ഞ് രക്ഷിക്കപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ള സഹോദരന്മാരോ സഹോദരിമാരോ പ്രായമുള്ളവരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ തങ്ങളുടെ വലത്ത് കൈ ഉയർത്തിയാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ ആരെങ്കിലും ഈ ഓഡിറ്റോറിയത്തിലുള്ളവരോ അല്ലെങ്കിൽ വെളിയിൽ നിൽക്കുന്നവരോ ഞങ്ങൾ കാണാൻ കഴിയുന്നില്ല, എൻ്റെ പാപം ഏറ്റുപറഞ്ഞ് രക്ഷിക്കപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, എൻ്റെ പാപത്തിൽ നിന്ന് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇവിടെ ഉണ്ടെങ്കിൽ കൈകളെ ഉയർത്താം. അല്ല, വെളിയിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ കൈകളെ കർത്താവ് കാണട്ടെ. ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈകളെ ഉയർത്താം, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നിനക്ക് നന്ദിയോടെ സ്തോത്രം. നിൻ്റെ വചനം എല്ലാവരെയും അറിയിപ്പാൻ നീ കൃപ കൊടുത്തതിനാൽ സ്തോത്രം. കർത്താവേ, വെളിയിൽ ആരെങ്കിലും സഹോദരന്മാരോ സഹോദരിമാരോ അവരുടെ കൈകൾ ഉയർത്തി നിന്നോട് അപേക്ഷിച്ചുവെങ്കിൽ അവരുടെ പാപങ്ങളെ ക്ഷമിക്കണമേ. നിൻ്റെ രക്തത്താൽ അവരെ കഴുകണമേ, അവരെ ശുദ്ധീകരിക്കണമേ. നിനക്ക് വേണ്ടി ഇവിടെയും കൈ ഉയർത്തിയ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം.
അവരെ നീ ശുദ്ധീകരിക്കണമേ കർത്താവേ. അവരെ നീ കഴുകണമേ. അവർക്ക് പുതിയ ജീവൻ നീ നൽകുമാറാകണമേ. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിനോട് പറയാം, കർത്താവേ, ഞാൻ എൻ്റെ കുറവുകൾ ഏറ്റുപറയുന്നു. അങ്ങനെയുള്ളവർക്കും മുൻപോട്ട് വന്നു വരാവുന്നതാണ്. അത് രഹസ്യമായി ഞാനിവിടെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ വന്നാൽ മതി, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാവുന്നതാണ്. ഞാനിന്ന് പറയുന്നത് പൂർണ്ണമായി ശുദ്ധീകരണം പ്രാപിച്ചേ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകാവൂ. നിങ്ങളുടെ വസ്ത്രം മുഴുവനും വെണ്മയാക്കിയതിന് ശേഷം മാത്രമേ മടങ്ങിപ്പോകാവേ എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഇതാ കുഞ്ഞാടിൻ്റെ രക്തം നമ്മുടെ പാപത്തിനു വേണ്ടി ചിന്തപ്പെട്ട രക്തം നമ്മൾക്ക് വേണ്ടി ഇവിടെയുണ്ട്. ഇപ്പോൾ രക്ഷ പ്രാപിക്കുന്ന സമയമാണ്. ഇപ്പോൾ ശുദ്ധീകരണം പ്രാപിക്കുന്ന സമയമാണ്. ആയാൽ ഇളക്കപ്പെരുക്കമൊന്നും കൂടാതെ തകർന്ന ഹൃദയത്തോടെ കർത്താവേ എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് പറഞ്ഞ് അവൻ്റെ ഹൃദയത്തിൽ അങ്ങനെ വന്നാൽ ശുദ്ധീകരണം പ്രാപിച്ച് കടന്നു പോകാനിടയാകും. പരിശുദ്ധനും നിത്യനുമായ പിതാവേ, നിന്റെ ജീവന്റെ വചനത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിന്റെ ദാസനെ നീ അഭിഷേകം ചെയ്ത് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പാപം ക്ഷമിപ്പാൻ ഞങ്ങൾക്കൊരു രക്ഷകൻ വേണം. അത് ഞങ്ങൾക്കേവർക്കും വേണ്ടി രക്തം ഊറ്റി തന്ന് സകലവും ഞങ്ങൾക്ക് വേണ്ടി ഏറ്റെടുത്ത് ഞങ്ങളെ രക്ഷിച്ച രക്ഷകനാം യേശു ക്രിസ്തു അല്ലാതെ ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ മറ്റൊരു രക്ഷകനില്ല. പാപത്തെ രക്ഷിപ്പാൻ ഒരു രക്ഷകൻ ആവശ്യമുണ്ട്. അതാരാണ് ഞങ്ങൾക്ക് മനസ്സിലായി. കരപുരണ്ട ഏത് പാപത്തെയും, രക്താംബരമായി ശുഭിച്ചിരിക്കുന്ന ഏത് പാപത്തെയും ഹിമം പോലെ വെളുപ്പിപ്പാൻ കഴിവുള്ളവൻ രക്ഷകൻ യേശു കർത്താവ് മാത്രമാണെന്നും യഥാർത്ഥമായി പാപത്തെ ഏറ്റുപേക്ഷിച്ച് മനസ്സാന്തരത്തോടുകൂടി യേശു ക്രിസ്തുവിനെ രക്ഷകരെ നാഥനുമായി സ്വീകരിച്ച് നമ്മുടെ ആത്മാവിനെ പ്രാണനെയും ശരീരത്തെയും കർത്താവിനെ ഏൽപ്പിച്ച് കർത്താവിന് വസിക്കുന്ന മന്ദിരമാക്കി പിതാവൻ ദൈവത്തിൻ്റെ സ്വർഗഭവനത്തിൽ വസിപ്പാൻ തക്കണം അധികാരം നിർത്തുന്ന കർത്താവിൽ ജീവന്റെ വചനങ്ങളെ കേൾപ്പിച്ചു. ഞങ്ങളെ സന്തോഷിപ്പിച്ച കൃപയ്ക്കായി സ്തുതിക്കുന്നു. കർത്താവേ, ഈ ജീവന്റെ വചനം ഹൃദയങ്ങളെ കുത്തിപ്പറിപ്പിച്ച് പാപബോധം വരുത്തി പാപത്തെ ഉപേക്ഷിച്ച് കർത്താവിൻ്റെ പ്രിയങ്ങളാക്കി നിന്റെ ഭവനക്കാരാക്കി തീർപ്പാൻ ഇവിടെ വന്നിരിക്കുന്ന ഓരോ മക്കളെയും ദൂരത്തും അകലത്തും വരികയായി വീശിന്റെ ശബ്ദം കേട്ട ഓരോ മക്കളെയും കർത്താവേ നീ അനുഗ്രഹിക്കണമേ. ഇവിടെ ഹൃദയത്തെ തുറക്കണമേ. അവരെ രക്ഷിപ്പാൻ മനസ്സിലുണ്ടാകണമേ. ഈ പാലാ പ്രദേശത്ത് ഇരുട്ട് കിടക്കുന്ന അനേകർക്ക് നിത്യജീവൻ പ്രകാശമായി കൊടുപ്പാൻ കർത്താവേ നീ ഓരോ ഹൃദയങ്ങളിലും പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസിയുടെ കേൾപ്പിച്ച വചനം അത് ഓരോ വ്യക്തി ജീവിതങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാൻ കർത്താവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസിന് കേൾപ്പിച്ച അത് വചനം കർത്താവേ അതികൾക്ക് നിത്യനാശത്തിനിടയാകാതെ നിത്യജീവൻ പ്രാപിപ്പാർക്കണം. ഓരോ ഹൃദയങ്ങളിലെ കർത്താവ് പ്രവർത്തിക്കണമേ, അനുഗ്രഹിക്കണമേ, അവരെ വിശുദ്ധീകരിക്കണമേ, രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ സ്തോത്രം യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. പിതാവാൻ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനാം യേശു കർത്താവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധവും സഹവാസവും ഞങ്ങളെല്ലാവരോടും കൂടിയും വിശിഷ്യ കേട്ട എല്ലാ വചനത്തോടു കൂടിയും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.